എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജാവയുടെ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മോഡുലസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു മെയിൻ മെത്തേഡ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് താഴെ നമുക്ക് ഓരോ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള ഓരോ മെത്തേഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ 2 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അഡീഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത മെത്തേഡിനകത്ത് നമുക്ക് ഒരു എ എന്ന് പറയുന്നൊരു വാല്യൂയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്നൊരു വാല്യൂയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 2 വേരിയബിളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എ ആൻഡ് ബി. അതിന് നമുക്ക് വാല്യൂസും നമ്മൾ അസൈൻ ചെയ്തു. എന് 4 ആണ് ആൻഡ് ബിന് നമ്മൾ 5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ സം എന്ന് പറയുന്നൊരു ഇൻറ്റീജർ കൂടെ ഡിക്ലെയർ ചെയ്തിട്ട് അതിന് എ പ്ലസ് ബി, നമ്മൾ അഡീഷന് യൂസ് ചെയ്യുന്നതാണ്, പ്ലസ് സിമ്പിളാണ് നമ്മൾ ജാവയിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്തെടുക്കാം. സോ സം ഓഫ് എ പ്ലസ് ബി നമുക്ക് കിട്ടേണ്ട ഉത്തരം 9 ആണ്. സോ നമുക്കിതിവിടെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ മെത്തേഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കോൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ക്ലാസ് കോൾ ചെയ്യുമ്പോൾ ഈ മെത്തേഡ് നമുക്ക് കോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ക്ലാസ്സിനെ ഒരു ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതിൻ്റെ സിൻറ്റാക്സ് ആണ് അരിത്മെറ്റിക് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റായിട്ട് ന്യൂ അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. സോ ഈ ഓപ്പറേഷൻ ഡോട്ട് അഡീഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ മെത്തേഡ് ഈ അഡീഷൻ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദ സം ഓഫ് എ ആൻഡ് ബി ഈസ് 9. സോ 4 + 5 ഈസ് 9. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് കൂടെ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. നമ്മൾ അടുത്തായി നോക്കുന്നത് സബ്ട്രാക്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്തൊരു മെത്തേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സബ്ട്രാക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സെയിം അതുപോലെ തന്നെ ഇൻ്റെ എ ആൻഡ് ബി യൂസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വാല്യൂസ് എന്താണ് വരുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ വീണ്ടും നമ്മളത് ഡിക്ലെയർ ചെയ്യാണ്, എ ആൻഡ് ബി. സോ ഇത് ഓൾറെഡി എ എന്ന് പറയുന്ന വാല്യൂ 4 ആയതുകൊണ്ടും ബി എന്ന് പറയുന്ന വാല്യൂ 5 ആയതുകൊണ്ടും എനേക്കാൾ കൂടുതലാണ് ബി എന്ന് പറയുന്ന വാല്യൂ. സോ നമുക്ക് ഇതൊന്ന് എയിൽ നിന്നും ബി മൈനസ് ചെയ്താൽ -1 എന്നൊരു വാല്യൂ കിട്ടുമോ എന്ന് നോക്കാം. നമ്മൾ മൈനസ് സിമ്പിൾ തന്നെയാണ് നമ്മളിവിടെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഇൻറ്റ് എസ് എന്ന് പറയുന്ന വാല്യൂവിന് നമ്മൾ എ മൈനസ് ബി എന്ന് പറയുന്നത് നമ്മൾ അസൈൻ ചെയ്തിട്ട് അതാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ള ഡിവിഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ മെത്തേഡ് എങ്ങനെ കോൾ ചെയ്യാം എന്നുള്ളത് നോക്കാം. നമുക്ക് അതിന് ശേഷം ഫൈനലായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ അടുത്തൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാണ്, മൾട്ടിപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിനുശേഷം നമുക്ക് ഡിവിഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് മോഡുലസ് എന്ന് പറയുന്ന ഇതും ചെയ്യാം.
അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എല്ലാ ഫംഗ്ഷൻസും അരിത്മെറ്റിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം നമ്മുടെ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻസിനെല്ലാം നമുക്ക് മെയിൻ മെത്തേഡിൽ കോൾ ചെയ്യണം. സോ എന്നാൽ മാത്രമേ നമ്മൾക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ ചെയ്ത കോഡിങ്ങിൻ്റെ വരികയുള്ളൂ. സോ നമുക്കതൊന്ന് നോക്കാം എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ എല്ലാ മെത്തേഡ് നെയിമും അവിടെ കോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റീറൺ ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഔട്ട്പുട്ട് കിട്ടി. സോ നമുക്ക് അഡീഷൻ ചെയ്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 4 + 5 9 ആണ്. അതിനുശേഷം നമ്മൾ ചെയ്തത് സബ്ട്രാക്ഷൻസ് ആണ്, അതായത് 4 - 5 ആണ്. അപ്പോൾ -1 ആണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. അതിനുശേഷം നമ്മൾ ചെയ്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 4 × 5 എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, 20 ആണ് കിട്ടുന്ന ആൻസർ. സോ അടുത്ത നമ്മൾ ചെയ്തിരിക്കുന്ന ഡിവിഷൻ ആണ്. 4 / 5 എന്ന് പറയുന്നത് നമുക്ക് റിമൈൻഡർ ആയിട്ടുള്ളതും 0 ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അതുകൊണ്ട് 0. അതിനുശേഷം നമുക്ക് വരുന്ന മോഡുലസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് 4 ആണ് റിമൈൻഡർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് ജാവയിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.